ഇപ്പോഴവര് വസിഷ്ഠ മഹർഷിയുടെ ഭാര്യയാണ്. അരുന്ധതി ദേവി മേനാദേവിയോട് പറഞ്ഞു, ഭഗവാൻ വരുന്നുണ്ട്, ശരിയാ. അപ്പോ മേനാദേവി പറയാം, എല്ലാവരും ശിവനെ കുറിച്ച് കീർത്തിക്കുന്നു, പറയുന്നു, ശിവന് ശിവ ശിവ എന്ന് പറയുന്നു. ശിവ എന്നുള്ള 2 അക്ഷരം ചെല്ലിയാ മതി അത്ര, എല്ലാം ദുരിതവും മാറും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ഇതുവരെ ശിവനെ കണ്ടിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു അത്രേ. ഇവര് തമ്മിൽ വർത്തമാനം പറഞ്ഞപ്പോ മേനാദേവി തന്നെ പറഞ്ഞു, ആ ബ്രഹ്മാവിനോടൊന്ന് പറഞ്ഞാ മതി, കല്യാണത്തിന് മുമ്പ് മരുമകനെ ഒന്ന് കാണണം പറയുന്നതിൽ എന്താ തെറ്റ്? അത് ശരിയല്ലേ. അങ്ങനെ ബ്രഹ്മദേവന്റെ അരികിലേക്ക് ദൂതന്മാരെ വിട്ട് വിവരം അറിയിച്ചു, മേനാദേവിക്ക് പരമശിവനെ ഒന്ന് കാണണമെന്ന്. പരമശിവന്റെ ചെവിയില് വിഷ്ണു മുഖേന ഈ വർത്തമാനം എത്തി. ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണുവും വിഷ്ണുവിൽ നിന്ന് പരമശിവനും മേനാദേവി കാണണമെന്ന് പറഞ്ഞതായ വൃത്താന്തം കേട്ടു. കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് മേനാദേവിയുടെ അന്തപുരത്തിൽ പോയി എന്തായാലും അയമ്മയുടെ അനുഗ്രഹം വാങ്ങാമെന്ന് പരമശിവൻ തീരുമാനിച്ചു. അങ്ങനെ പരമശിവൻ മേനാദേവിയുടെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോ കല്യാണ മണ്ഡപം അപ്പുറത്താണ്, മേനാദേവിയുടെ കൊട്ടാരം ഇതാണ്. മേനാദേവി പൂമുഖത്ത് തന്റെ ആട്ടുകെട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോരോ ആളുകൾ കല്യാണത്തിന് വരുന്ന ആളുകൾ മേനാദേവിയെ വന്ന് കണ്ട് മേനാദേവിയെ സന്തോഷമൊക്കെ അറിയിച്ച് ആ കല്യാണത്തിനുള്ള ഗിഫ്റ്റുമായിട്ട് പിന്നെ പതുക്കെ അപ്പുറത്ത് മണ്ഡപത്തിലേക്ക് കടന്നു പോകുന്നുമുണ്ട്. അപ്പോഴാണ് പരമശിവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന വൃത്താന്തം മേനാദേവി കേട്ടത്. മേനാദേവി വേഗം തന്നെ ഒന്നുകൂടി പുറപ്പെട്ട് ഒന്നുകൂടി താൻ സുന്ദരിയാണെന്ന് വരുത്തണം ഭഗവാന്റെ മുന്നില് അല്ലേ, അവന്റെ ഭാര്യയുടെ അമ്മയല്ലേ. അപ്പൊ കുറെ ആഭരണങ്ങളൊക്കെ എടുത്ത് കഴുത്തിലൊക്കെ അണിഞ്ഞ് വളരെ ഭംഗിയായിട്ട് മുന്നില് ഈ ആട്ടുകെട്ടിലിൽ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഗന്ധർവന്മാര് കടന്നു വരുന്നു. പരമശിവനും കടലിൽ ആദ്യം പോകുന്നത്. അപ്പൊ അവരൊക്കെ ഗന്ധർവന്മാര് മുന്നില് പരമശിവനെ സേവിച്ചു കൊണ്ടുവരുന്നവരാണ്. അവര് നേരെ മേനാദേവിയുടെ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് വന്നു. തന്റെ കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ കേറി വരുമ്പോ ഗന്ധർവ രാജാവിന്റെ സൗന്ദര്യം കണ്ട് മേനാദേവി ആട്ടുകെട്ടിൽ നിന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങിയിട്ട് എന്റെ ശിവനേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത്ര. കെട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് നാഗര ഗന്ധർവൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ പരമശിവൻ എവിടെ ഇരിക്കുന്നു, നമ്മൾ എവിടെ കിടക്കണം, എന്താ കളിയാക്കുക എന്ന് പറഞ്ഞ് മേനാദേവിയെ തൊഴുതു. അപ്പൊ മേനാദേവി പറഞ്ഞു, അതെയോ എനിക്ക് ആള് മാറിയില്ലേ, നിങ്ങളൊക്കെ ഇതിലേ കടന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചു. അപ്പോഴാണ് നാഗന്മാര് അവര് വരുന്നു. നാഗരാജാവിനെ കണ്ടപ്പോ എന്റെ ശിവനെ എന്ന് പറഞ്ഞ് നമസ്കരിക്കാനാണ് പോയത്. അയാളെ കൂപ്പുകയിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ പരമശിവൻ എവിടെ ഇരിക്കണു, നമ്മൾ എവിടെ കിടക്കണം, ആ സോമസുന്ദരനായ ഭഗവാനുമായിട്ട് എന്നെ താരതമ്യം ചെയ്യുകയോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്, ഭഗവാൻ വരുന്നതേ ഉള്ളൂ, ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ സേവിച്ചുകൊണ്ട് വരികയല്ലേ, ഞങ്ങളൊക്കെ പാട്ടും കുത്തുമായിട്ട് ഇങ്ങനെ വന്നതാ. അപ്പൊ അമ്മ പറഞ്ഞു, ഇന്നൊരു കാര്യം, വീട്ടിലേക്ക് കടന്ന് നിങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന്. അത് കഴിഞ്ഞപ്പോഴുണ്ട് യക്ഷന്മാര് വന്നു, കിന്നരന്മാര് വന്നു, മനുഷ്യന്മാര് വന്നു. മനുഷ്യന്മാര് വന്നാ പറയുന്നു, വരുന്ന ആമ്പിളരിൽ ഏതാ കല്യാണ ചെക്കനൊന്നും പിടുത്തൂല്ല, എന്താ ഒറ്റക്കാതിന് കമ്മലും ഒക്കെ തൂക്കി വളരെ ഭംഗിയായിട്ടാ വരുന്നത്. പിള്ളേരുടെ വരവ് കണ്ടപ്പോ ആരാ ശിവൻ എന്നും പിടുത്തൂല്ല, എല്ലാ പിള്ളേരെയും കൂട്ടി വാരി പിടിക്കാൻ പോയത്ര ആര് മേനാദേവി. അവസാനം അവര് പറഞ്ഞു, ഞങ്ങളൊക്കെ മനുഷ്യന്മാരാ, അമ്മ ഭഗവാന്റെ ചൈതന്യം ഐശ്വര്യം എവിടെ കിടക്കണോ, ഞങ്ങൾ ആരാ, അപ്പൊ നിങ്ങളൊക്കെ കല്യാണത്തിന് വന്നതാണല്ലേ, ഇന്നതിലെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അവരെയും കടത്തി വിട്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോ ആരും വരാനില്ല. അപ്പൊ മേനാദേവി ചോദിച്ചു, ഇപ്പൊ ആരെയും കാണാൻ ഇനി ആരാ വരുന്നത് എന്ന് അരുന്ധതിയോട് ചോദിച്ചപ്പോ അതാ ശിവൻ എത്തി എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്നതായ വൃദ്ധകളായ അമ്മമാരൊക്കെ കൂപ്പുകയുമായിട്ട് കുമ്പിട്ട് നിൽക്കുന്നു. മുറ്റത്ത് പണിതുകൊണ്ടിരുന്നതായ കാവൽക്കാരൊക്കെ കപ്പടച്ച് കിടക്കണം, ഒക്കെ കൈ നീട്ടി വെച്ച് നമസ്കരിച്ച് കിടക്കണം. മേനാദേവി ഇങ്ങനെ നോക്കി, ഇവരൊക്കെ ഇവിടെ നോക്കിയിട്ടാ കിടക്കണം, ആരെയും കാണാനില്ലല്ലോ. അപ്പോഴാണ് ഒരു കിഴവൻ കാണാം, ഒരു കൊമ്പ് അങ്ങടും ഒരു കൊമ്പ് ഇങ്ങട്ടും. അതിന്റെ പൂഞ്ഞയാണെങ്കിലോ
നടന്ന് നടന്ന് ക്ഷീണിച്ചൽപ്പം ചരിഞ്ഞിട്ടുണ്ട്. വാർദ്ധക്യം കൊണ്ട് അതിന്റെ രോമങ്ങൾ നരച്ചതാണെന്ന് മാത്രമല്ല, അല്പം പോലും മിനിപ്പില്ലാത്തതായ രോമങ്ങള്. അതിന്റെ മുതുകത്ത് ഒരുത്തനിരിക്കുന്നു. അവൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നുണ്ട് ആ മണം. എന്ത് മണം? ശ്മശാന ഭസ്മത്തിന്റെയും ജടയുടെയും മണം. അപ്പോ മേനാദേവി ഇങ്ങനെ നോക്കി. അയാളുടെ തല അവിടുന്ന് കാണുമ്പോഴേക്കും തിക്കി തിരക്കി കുറെ സാധനങ്ങൾ വീട്ടിൽ കയറി. അത്ഭുത ദ്വീപിന്റെ ഷൂട്ടിംഗ് ആണെന്ന് തോന്നിയത്രേ. കുറെ കണ്ണ് തള്ളിയവരും ഉയരമില്ലാത്തവരും വീർത്ത ഉദരമുള്ളവരും, അത് മാത്രമല്ല മൂക്കില്ലാതെ മൂക്കിന്റെ ഭാഗമൊക്കെ മുറിഞ്ഞവരായിട്ടും, തല വലുത് ശരീരം ചെറുത്, ശരീരം വലുത് തല ചെറുത്, കൈകള് മുറിഞ്ഞവരും കാല് മുറിഞ്ഞവരും, പല വിധത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് വൃത്തികെട്ട ശരീരങ്ങളുമായിട്ട് കുറെ എണ്ണങ്ങൾ കയറി. മേനാദേവി തന്റെ കാവൽക്കാരോട് പറഞ്ഞു, കല്യാണം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറെ ആളുകളൊക്കെ ഊണ് കഴിക്കാൻ വരും, പക്ഷെ അവരെവിടെയാണ് കയറ്റിവിടുക? ഇവരെയൊക്കെ പിടിച്ച് കല്യാണ മണ്ഡപത്തിന്റെ പുറകിൽ ക്യൂ നിൽക്കാൻ പറയുമെന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ അവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞയക്കുമ്പോഴാണ് ഈ കാളപ്പുറത്തിരുന്നവരും കാളയും നേരെ പടിപ്പുര കടന്ന ഉള്ളിലേക്കാണ്. മേനാദേവി പറഞ്ഞത്, അവനെ ഇങ്ങോട്ട് കിടത്തണ്ട, അങ്ങോട്ട് പോകാൻ പറയൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോ അരുന്ധതി ദേവി പറയണേ, അമ്മ അതാണ് ശിവൻ. ഏത്? അതന്നെ കാളപ്പുറത്ത് ഈ നിൽക്കുന്നതോ? അത് തന്നെ. ഇതോ എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചത് മാത്രമല്ല, ആ മേനാദേവി ആട്ടുകെട്ടിൽ നിന്ന് കപ്പടച്ച് ബോധം കെട്ടി നിലത്ത് വീണോ. മേനാദേവി നിലത്ത് വീണപ്പോ മട്ടുപ്പാവിൽ നിന്ന് പാർവതി ദേവി ഓടി വന്നു, അമ്മയെ വാരിയെടുത്തു. അല്പം വെള്ളം എടുത്ത് അമ്മയുടെ മുഖത്ത് ഇങ്ങനെ തുടയ്ക്കുമ്പോ കല്യാണ പെൺകുട്ടി പൂവ്, ഈ മുടിപ്പൂവ് ചൂടിയിട്ട് ഭംഗിയായിട്ട് പിന്നിയിട്ട മുടി അമ്മയുടെ മടിയിലേക്ക് ഇങ്ങനെ തൂങ്ങി. പാർവതി ദേവിയുടെ മുടി അമ്മ മുടിയിൽ ഇങ്ങനെ ചുറ്റി അങ്ങോട്ട് പിടിച്ചു. പെട്ടെന്ന് ഉണർന്നു. നിന്നെയും കൊല്ലും ഞാനും ചാവുന്നാണ് അത്ര ആദ്യം പറഞ്ഞത്. എഴുന്നേറ്റിരുന്ന ആ മേനാദേവി മാറത്തടിച്ചിട്ട് പറയണം, യാ നാരദര്, അങ്ങനെ ബ്രഹ്മാവ് പലരും ഇവിടെ വന്നിട്ട് എന്റെ കുട്ടിയെ ചതിച്ചുവല്ലോ. ഇങ്ങനെ ഒരുത്തനെ കല്യാണം കഴിക്കാനായിട്ടായിരുന്നുവോ ഈ പ്രാർത്ഥനയും ഈ തപസ്സും ഒക്കെ? എന്തിനാണ് ഈ കല്യാണം? ഒരിക്കലും കടലിൽ കെട്ടി താത്തിയാൽ പോലും ഈ കല്യാണം നടക്കില്ലെന്ന് മേനാദേവി തീർത്ത് പറഞ്ഞു. പാർവതി ദേവി, അമ്മ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എന്ന് പറയുമ്പോ മേനാദേവിക്ക് വീണ്ടും ബോധം പോയി. വീണ്ടും വെള്ളം കോരി കൊടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും ഭഗവാൻ വിഷ്ണു പരമശിവന്റെ അരികിലേക്ക് പോയി. പരമശിവനോട് ചോദിച്ചു, ഭഗവാൻ അങ്ങ് എന്താ ഈ കാണിക്കുന്നത്? ആ ദേവി, അവരുടെ അമ്മ പാർവതി ദേവിയുടെ അമ്മ ദുഃഖിക്കുന്നത് കണ്ടില്ലേ? സോമസുന്ദരനല്ലേ അങ്ങ്? അതിഗംഭീരമായിട്ട് സുന്ദരനായിട്ട് നിൽക്കേണ്ടതല്ലേ? എന്താണ് ഈ കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെ കാണിക്കുന്നത് കല്യാണത്തിന് ഇറങ്ങുമ്പോ? അപ്പൊ പരമശിവൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ആദ്യത്തെ ദിവസം 1.5 കോടിയുടെ കാറിൽ വരും, പിറ്റേ ദിവസം ടാക്സിയിൽ വരും, 3-ാമത്തെ ദിവസം ആട്ടോയിൽ വരും, 4-ാമത്തെ ദിവസം പെൺകുട്ടിയും കുട്ടി നടന്നു വരും, 5-ാമത്തെ ദിവസം അവളുടെ സ്വർണ്ണമൊന്നും കാണില്ല. അങ്ങനെ വിഷയങ്ങളെല്ലാം നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ മറച്ചു വെച്ചാണ് നിങ്ങൾക്ക് കല്യാണത്തിന് നടക്കുക. അവരെന്റെ പത്നിയുടെ അമ്മയാണ്, എന്റെ യഥാർത്ഥ രൂപമാണ് ഞാൻ അവർക്ക് കാണിച്ചത്. വിഷ്ണു പറഞ്ഞു, മതി മതി, എന്നാൽ ഈ രൂപം അങ്ങ് സോമസുന്ദരനായിട്ട് നല്ല തേരിലിരിക്കുന്ന രൂപത്തിലിരിക്കൂ എന്ന് പലതവണ നിർബന്ധിച്ചപ്പോ ഭഗവാൻ കാളരഥമായി, തലയിലെ ജട കിരീടമായി, അതിസുന്ദരനായിക്കൊണ്ട് ആ രഥത്തിൽ ഇങ്ങനെ ഇരുന്നു. ബോധം കെട്ടി കിടക്കുന്നതായ മേനാദേവിയുടെ മുഖത്ത് അരുന്ധതി ദേവി വീണ്ടും വെള്ളം തെളിച്ച് തുടച്ച് എണീപ്പിച്ചു. നോക്കൂ, ശിവൻ വരുന്നു, നോക്കൂ എന്നാ. നോക്കിയത് എനിക്ക് കാണുക വേണ്ട എന്ന് പറഞ്ഞ് തല തിരിച്ചതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ആ ഭഗവാന്റെ ചൈതന്യമുള്ളതായ രൂപം കണ്ടിൽപ്പെട്ടത്. ഇപ്പൊ പെട്ടെന്ന് ഇനി നോക്കിയിട്ട് പറയാം, ഇവ മതി, ഇവ മതി, അവൻ വേണ്ട, എന്റെ മകൾക്ക് അവൻ വേണ്ട, ഇവ മതി എന്ന് പറയാം. ഇതൊക്കെ അങ്ങനെ മേനാദേവി പറയുന്നത് കേട്ടപ്പോ ശിവനെ അറിയാവുന്നവരങ്ങോട്ട് ചിരിച്ചു. അങ്ങനെ അതിനുശേഷം ഭഗവാനെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ നിർത്തിയപ്പോഴാ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ബ്രഹ്മദേവന്റെ ആവശ്യം എന്താ? താനൊരു കല്യാണത്തിന് ഇറങ്ങി മൂക്കോട്ട് ചാന്ന് എഴുതിയത്
പരമശിവൻ ചാന്ന് വരയ്ക്കുന്നത് കാണാനാണ് അയാളുടെ പരിപാടി. വിഷ്ണു ഭഗവാൻ പാർവതീ ദേവിയെ ഭഗവാന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാൾ ആ മൈക്കിൽ കൂടെ വിളിച്ചു പറയുക, ആര്? ബ്രഹ്മദേവൻ. പിതൃക്കളുടെ പേരക്കുട്ടി സൗഭാഗ്യവതി പാർവതീ ദേവി. മാത്രല്ല ബ്രഹ്മദേവന്റെ പുത്രന്മാരില് പ്രജാപതികളില് ഇതാ ഹിമവാന്റെ പുത്രിയായ പാർവതീ ദേവി. അങ്ങനെ പാർവതീ ദേവിയുടെ കുടുംബ പാരമ്പര്യമൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ കയ്യിൽ മൈക്ക് കൊടുത്തു. ഇനി നിങ്ങൾ പറയും ശിവന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും ഒക്കെ പേര് പറയണം. മഹാവിഷ്ണു പറഞ്ഞു, മര്യാദയ്ക്ക് ഇരുന്നോളൂ, ഇനി അടുത്ത പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് തട്ടി മാറ്റി ദേവിയുടെ കൈ പിടിച്ച് ഭഗവാന്റെ കയ്യില് കൊടുക്കുകയുണ്ടായി. അങ്ങനെ പാർവതീ ദേവിയുടെ പാണിഗ്രഹണം വളരെ ഭംഗിയായിട്ട് പരമശിവൻ സ്വീകരിച്ചു. ഇങ്ങനെ പാർവതീ പരിണയം എന്നുള്ളതായ ഭാഗം ഒരുവിധം ഞാൻ പറഞ്ഞു തീർത്തു. ബാക്കി നമുക്ക് പാർവതീ പരിണയത്തിന്റെ ചടങ്ങുകൾ ചെയ്യാം.